സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കുക. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. 11 തൊട്ട് ഒരു മണി വരെയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ടു ഡു ലിസ്റ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ ഞാനിതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കേരള ഹിസ്റ്ററി, പിന്നെ ബയോളജി, ഈ ഒരു ഏരിയാസാണ് ഈ മാസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഒറ്റ ഫുൾ മാസം കൊണ്ടാണ് പഠിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. മാസം മുഴുവനല്ല, ഒരു 3 വീക്സ് കൊണ്ടാണ് പഠിച്ചു തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ കാണാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ, ഞാൻ ഒരു വർഷമായിട്ടൊരു PSC ആസ്പിരൻ്റാണ്. ഈയിടെ നടന്ന LDCയിൽ ഞാനില്ല. അതുപോലെ ASM, അങ്ങനെ കുറച്ച് എക്സാംസ് എഴുതി. കട്ട് ഓഫിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്, പക്ഷേ ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. SBCID എന്ന് പറഞ്ഞിട്ടൊരു എക്സാം എനിക്ക് വരുന്നുണ്ട്. അത് പിന്നെ ഈ ഡിസംബറിൽ വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസ്, അതിന് വേണ്ടിയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാഗ്ഭടാനന്ദൻ, ആ ഒരു ഏരിയയാണ് ഞാൻ പഠിക്കുന്നത്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ആണ് ഞാൻ നോക്കുന്നത്. ഏകദേശം ഒരു 1:30 വരെ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് മോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവളൊരു 2 മണിയൊക്കെ ആകുമ്പോൾ അവൾ ഉറങ്ങും. അപ്പം അതുവരെയാണ് ഒരു 3 hours പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് പഠിക്കാനൊന്നും സമയം കിട്ടത്തില്ല. അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗൈഡ് എൻ്റെ ഒരു പഴയ ഗൈഡാണ്. പുതിയ ലക്ഷ്യയുടെ ഗൈഡിൽ നമ്മുടെ നവോത്ഥാന നായകന്മാർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നവോത്ഥാന നായകന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഴയ ഗൈഡാണ്, ടാലൻറ്റിൻ്റെ ഗൈഡാണ്. ഇതിനകത്ത് നോക്കിയാണ് പഠിക്കുന്നത്. പിന്നെ അപ്പം ഏകദേശം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പിന്നെ പ്രശ്നമാക്കി. ഇതെൻ്റെ വിഷൻ ബോർഡാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ PSCയുടെ ടാഗ്. എല്ലാ ദിവസവും രാവിലെ ഞാനത് നോക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു സന്തോഷമാണ്, ഇത് നമ്മുടെ കഴുത്തി വരുന്ന ഒരു ദിവസം എന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പം അതിന് ശേഷം അവളെ ഞാൻ ഉറക്കാനല്ല, ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ കരയുമായിരുന്നു. അപ്പോൾ പിന്നെ ഫീഡ് ചെയ്യാൻ. അപ്പം ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിൽ ഞാൻ പഠിക്കുന്ന ടോപ്പിക്ക് ഫോട്ടോ എടുത്ത് വെക്കും. അപ്പം അത് നോക്കി ഞാൻ പഠിക്കും ഫീഡ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോരാൻ സാധ്യതയുണ്ട്. അവളൊരു 2 hours എങ്കിലും ഉറക്കണമെങ്കിൽ ഞാൻ അടുത്ത് കിടക്കണം. അപ്പം ഞാൻ അടുത്ത് കിടക്കുമ്പം മൊത്തം ഒരു ഡാർക്ക്നെസ് വേണം പഠിക്കാനായിട്ട്, ഉറങ്ങാനായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഫോണിൽ പഠിക്കുവാണ്. അത് കഴിഞ്ഞ് ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ. ഒരു 6:30 to 7 ആയി കാണും. അപ്പോൾ ഞാൻ എൻ്റെ PYQ ചെയ്യുവാണ്. ഞാൻ PYQ ചെയ്യുന്ന ബുക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വിടാം, കാരണം കമൻറ്റ്സ് വരുന്നുണ്ട് ഏത് ബുക്കാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് പെയ്ഡ് പ്രൊമോഷനാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡെയിലി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് PYQ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മാർക്ക് നോക്കും. പഴയ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യും. എവിടെയാണ് നമുക്ക് തെറ്റുന്നത്, ഏതൊക്കെ ഏരിയാസാണ്. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്കൊരു പ്രത്യേക ഏരിയ തെറ്റുന്നുണ്ട്. എനിക്കിപ്പം വിനയച്ചം, പേരച്ചൻ, എനിക്ക് മലയാളം ഗ്രാമർ തെറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് ചില ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് തെറ്റുന്നുണ്ട്. അപ്പം മാത്സ് ചില ക്വസ്റ്റ്യൻസ് ഞാൻ പോർഷൻസ് പഠിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന പോർഷൻസ് റിവിഷൻ്റെ കുറവ് മൂലം എനിക്ക് തെറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ. അതുകൊണ്ട് PYQs നമ്മൾ ചെയ്യണം. എനിക്ക് PYQs ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, കാരണം എനിക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു കിട്ടുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻ്റെ അനുഭവം ഞാൻ പറയണം. ഞാൻ PYQs ചെയ്യത്തില്ലായിരുന്നു, ബിക്കോസ് എനിക്ക് ഭയങ്കര കുറവ് മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് താഴ്ന്നു പോകുമായിരുന്നു. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളെന്ത് അസസ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് മാർക്ക് കുറവാണ് കിട്ടുന്നത്, എന്തുകൊണ്ട് നമുക്ക് മാർക്ക് കുറയുന്നു? റിവിഷൻ്റെ കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, ക്വസ്റ്റ്യൻ അസസ് ചെയ്യുന്ന പ്രശ്നമാണോ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ മാർക്ക്. മാത്സിന് ഭയങ്കര കുറഞ്ഞു പോയി, 4 മാർക്ക് കിട്ടിയുള്ളൂ. ബാക്കി ഒരു 6ഉം 8ഉം ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഏതൊക്കെയാണ് മാത്സിന് തെറ്റിപ്പോയത് എന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷിന് ഏതാ തെറ്റിപ്പോയത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നൈറ്റ് ടൈമാണ്. നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരു 11:30 ആ ഒരു ഏകദേശം ടൈം ആയെന്ന് തോന്നുന്നു. 11:30 ആയി. അപ്പോൾ ഞാൻ പഠിക്കുന്നത് വെച്ചാൽ SCERT ആണ്. SCERTയുടെ ഒരു സോഷ്യൽ സ്റ്റഡീസിൻ്റെ പാഠവും ഒരു സയൻസിൻ്റെ പാഠവും ഡെയിലി ഞാൻ പഠിക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു 3 months കൊണ്ടൊക്കെ, ഒരു 4 months കൊണ്ടൊക്കെ നമുക്ക് SCERT കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി 2 ചാപ്റ്റർ വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഒരു 3 months 4 months ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫുൾ SCERT തീർക്കാൻ പറ്റും. എനിക്ക് SCERTയുടെ ഗൈഡ് പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ വായിച്ച് ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതാണ്. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ഓർമ്മ ഇരിക്കും. ഗൈഡ് ഇഷ്ടമുള്ളവർക്ക് SCERTയുടെ ഇഷ്ടം പോലെ ഗൈഡ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഗൈഡൊന്നും ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ SCERTയുടെ, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഗൈഡിൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയ പാഠം, ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് പുറകോട്ട് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. 6ഉം 7ഉം 8ഉം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. 10ഉം 9ഉമാണ് എനിക്ക് എഴുതാനായിട്ട് ഇനി മിച്ചമുള്ളത്. അപ്പം ആ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. 10ൻ്റെ പുറകിൽ നിന്നാണ്. 10ൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാഠവും ബയോളജിയുടെ 10ൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാഠവും അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രാവശ്യത്തെ ASMന് വരെ ഒരുപാട് SCRT നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാസ്പർ 9 എന്ന് പറഞ്ഞൊരു എൻസൈമിൻ്റെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അത് ഈ ക്ലാസ് 10ൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നായിരുന്നു. പിന്നെ ഒരു നികുതി, മാർത്താണ്ഡവർമ്മയുടെ നികുതി, അത് ക്ലാസ് +1 ആയിരുന്നു, +1 or +2. അപ്പം എൻ്റെ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. ഞാൻ പെൻഡിങ് ടോപ്പിക്സ് നാളെ പഠിക്കാറില്ല. പെൻഡിങ് ടോപ്പിക്സ് അവിടെ ഇടും. എന്നിട്ട് പെൻഡിങ് ആയിട്ടുള്ള എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കത്തേ ഉള്ളൂ. നാളത്തേക്ക് എനിക്ക് വേറൊരു ടൈം ടേബിൾ ഉണ്ട്. ഞാനൊരു 1 month ടൈം ടേബിൾ ഫുൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം പെൻഡിങ് ടോപ്പിക്സ് ഞാൻ അവിടെ ഇടും. അത് പിന്നീട് ഞാൻ പഠിക്കും. ഏകദേശം ഒരു 2:50 ഒരു 3 മണിയോളമായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.